സുന്നത്ത് നിസ്കാരങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ ഒരൊറ്റ ഹദീസ് കൂടി ചേർക്കുകയാണ്. 12 റക്അത്ത് നിസ്കാരം ഒരാള് സ്ഥിരമാക്കിയാൽ, സുന്നത്തായ നിസ്കാരങ്ങൾ ഒരാൾ പതിവാക്കിയാൽ, 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഒരാൾ പതിവാക്കിയാൽ അയാൾക്ക് സ്വർഗത്തിലൊരു ഭവനമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത്. അതേതാ? സുബ്ഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2. ഇത് 12ഉം ഒരാള് സ്ഥിരമായി ചെയ്താൽ അയാൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനർത്ഥം ബാക്കിയുള്ള നിസ്കാരങ്ങളില്ല എന്നല്ല. മഗ്രിബിന് മുമ്പ് നമ്മളിവിടെ സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, അതൊന്നും സുന്നത്തല്ല എന്നല്ല, പ്രധാനപ്പെട്ട സുന്നത്തുകളാണിത്. ആ സുന്നത്ത് നിസ്കാരം അത്രയും പരിപാലിച്ചാൽ തന്നെ സ്വർഗത്തിലൊരു വീടുണ്ടാവും. അപ്പൊ ഞാൻ ആ സുന്നത്തുകളെ ഒക്കെ പരിപാലിക്കും എന്ന ഒരു നീയത്ത് നമുക്കുണ്ടാകണം. സുബഹിന്റെ മുമ്പത്തുള്ള നിസ്കാരം, സുബഹിന്റെ മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2. ഇത്രയേറെ പരിപാലിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗത്തിലൊരു ഭവനം നിർമ്മിച്ചു നൽകുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം തന്നെ നമുക്ക് ഇടത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. രാവിലെ ഒന്ന് ഉറങ്ങി